എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു സൂപ്പർ ഹീറോ അവനാണെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരികയാണ്. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് അത് ചെക്ക് ചെയ്യും. അവനാണെങ്കിൽ അതിലൊരു ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ഇപ്പൊ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. തൊട്ടു പിന്നാലെ നമ്മുടെ ആൾക്കാരും താഴേക്ക് ഇറങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവനോട് ചോദിക്കും, ഇവിടേക്കാണോ ഗോക്കു വരിക? അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഒരു പില്ലെടുത്ത് പുറത്തേക്കിടും. അതോടനെ ഒരു റെഫ്രിജറേറ്ററായി മാറി അവനത് ഓപ്പൺ ചെയ്ത് ഒരു ഡ്രിങ്ക്സ് കുടിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട് ആ സൂപ്പർ സയൻ ഗോക്കു അവൻ ഇവിടേക്ക് വരാൻ അല്പം സമയമെടുക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അല്പം ചില്ല് ചെയ്യുക. അത് കേൾക്കേണ്ട താമസം അവനും ബുൽമയാണെങ്കിൽ എനിക്കൊരു ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞ് ഓടി വന്ന് ആ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ അവരെ തടയാൻ ശ്രമിക്കും. പക്ഷെ അവരതൊന്നും കേൾക്കില്ല. ഈറ്റാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നിനക്ക് എങ്ങനെ അറിയാം ഗോക്കു അവൻ ഇവിടേക്ക് വരുമെന്ന്? മാത്രമല്ല നീ ആരാണ്? അതിനവൻ പറയും, ഞാനൊരു സയാനാണ്. ഒരു മഹാനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളും എന്റെ അച്ഛനെ പോലെ ഒരു സൂപ്പർ സയാനാണോ? അതിനവൻ ചിരിക്കും. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈറ്റയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് ദേഷ്യം കൂടി വരും. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനും ആ കാക്കരോട്ടും പിന്നെ അവന്റെ മകനും ഞങ്ങൾ 3 പേരും മാത്രമാണ് സയാൻ വംശത്തില് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ. എനിക്കൊരിക്കലും നീ സയാനാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. നീ മറ്റാരോ ആണ്. അതിന് ഗോഹാം പറയും, അവന്റെ മുടി കണ്ടില്ലേ, അവൻ സൂപ്പർ സയാൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വജീറ്റയാണെങ്കിൽ അടിച്ചു പറയും, ഒരാളുടെ മുടി കണ്ടുകൊണ്ട് മാത്രം നമുക്ക് അത് സയാനാണെന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ബുൽമയാണെങ്കിൽ അവരോട് പറയും, നമ്മൾ വെറുതെ പരം തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവൻ നല്ല മനസ്സുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രഹത്തെ രക്ഷിച്ചതും ആ ഫ്രീസയെയും അവന്റെ ആൾക്കാരെയും ഇവൻ ഇല്ലാതാക്കിയതും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗൊഹാനാണെങ്കിൽ പിക്കലോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് നമക്കിയൻസിന്റെ കൂടെ ഇവിടെ ഒന്ന് പോവാതിരുന്നത്? ഒരു നമക്കിയനല്ലേ, നിങ്ങളുടെ ലോകവും അവിടെയല്ലേ? അതിന് പിക്കലോ പറയും, എന്നെക്കൊണ്ട് പറ്റില്ല ഇത്തരത്തിൽ ഒരു സാധാരണ ജീവിതം ജീവിച്ചു തീർക്കാൻ. ഫൈറ്റ് ചെയ്യണം, റിസ്ക് എടുക്കണം, ട്രെയിനിങ് ചെയ്യണം. അതാണ് എന്റെ ലൈഫ്. അതാണ് എനിക്കിഷ്ടമുള്ള അഡ്വഞ്ചർ കാര്യങ്ങളെല്ലാം. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോ ബജീറ്റയെ ഒന്ന് നോക്കും. ബജീറ്റയും പോലെ തന്നെയാണ്. അവനും എപ്പോഴും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മോശം കാര്യം എന്താന്ന് വെച്ചാൽ ഗോക്കുവിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ബജീറ്റ ആണെങ്കിൽ സൂപ്പർ ഹീറോയോട് പറയും, നീ എന്നെ എത്ര നേരം നോക്കിയിരുന്നിട്ടും യാതൊരു കാര്യവുമില്ല. നീ ഒരു സയാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സയാൻ വംശത്തിലുള്ളവരാരും പരസ്പരം വംശത്തിലുള്ളവരെ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. അതിനവനാണെങ്കിൽ അതിന് തലയാട്ടി ഇപ്പൊ അവരോട് എല്ലാവരോടായിട്ട് പറയും, 3 മണിക്കൂർ കഴിഞ്ഞു, എപ്പോ വേണമെങ്കിലും ഗോക്കു ഇവിടേക്ക് എത്താം. അവരാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. വലിയ എന്തോ ഒരു പവർ അവിടേക്ക് വരുന്ന കാര്യം അവർ മനസ്സിലാക്കും. കൊഹാനാണെങ്കിൽ വിളിച്ചു പറയും, ആ പവർ അതെനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതെന്റെ പപ്പ ഗോക്കുവിന്റെ തന്നെ പവറാണ്. അദ്ദേഹം ആ സൂപ്പർ ഹീറോ പയ്യൻ അവൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടേക്ക് വരികയാണെന്ന് പറയും. അടുത്ത നിമിഷം വലിയൊരു പേടകം അവിടേക്ക് വന്ന് പതിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും പേടകം പതിച്ച സ്ഥലത്തിന്റെ ചുറ്റുമൊന്ന് നിന്ന് ആകാംക്ഷയോടുകൂടെ അതിലേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം ആ പേടകം തുറന്ന് ഗോക്കു പുറത്തേക്ക് വരും. ഉടനെ ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവരോട് ചോദിക്കും, വാവ്, നിങ്ങളെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണേ? ഞാൻ ഇവിടേക്ക് വരുമെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതിന് ആണെങ്കിൽ ആ സൂപ്പർ ഹീറോ പയ്യനെ ചൂണ്ടിക്കാണിക്കും, ഇവൻ നിന്റെ ഫ്രണ്ടല്ലേ, ഇവനാണ് നീ ഇവിടേക്ക് എത്തുന്ന കാര്യം ഞങ്ങൾ അറിയിച്ചത്. ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ അട്ടിമുടിയൊന്ന് നോക്കും. ഓ നോ, എനിക്കിവനെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത്. ഇതിരിക്കട്ടെ, ഫ്രീസയുടെ പവർ അത് ഞാൻ സെൻസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണാനില്ല. അവനെ ആരാണ് തോൽപ്പിച്ചത്? അതിനാ പിക്കലോ പറയും, ഇവനാണ് ഫ്രീസയെ അവന്റെ അച്ഛനെയും നേരങ്ങൾ കൊണ്ട് തകർത്ത് തവിട് പൊടിയാക്കിയത്. സൂപ്പർ ഹീറോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഉടനെ അവർ രണ്ടുപേരും ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഗോക്കു, നീ ഇവിടേക്ക് എത്തുന്ന സമയം അത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഫ്രീസ ഇവിടേക്ക് അതിനു മുൻപ് എത്തുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് അവനെ ഇല്ലാതാക്കിയത്. അതിന് ഗോക്കു പറയും, ഞാൻ ഇവിടേക്ക് വന്ന് ഫ്രീസയെ ഇല്ലാതാക്കണമെന്നാണ് ഞാൻ കരുതിയത്. ആക്ച്വലി ഞാൻ ഫ്രീസയെ വാൺ ചെയ്തതാണ്. പക്ഷെ അവനത് കേട്ടില്ല. എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്ക് അറിയാം. അത് ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രഹത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ആക്ച്വലി ഗോക്കു, ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിലാണ് ഞാനിപ്പോൾ തലയിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കൊരു ഹെൽപ്പ് നീ ചെയ്യണം. നിന്റെ ആ സൂപ്പർ സയൻ മോഡ് അതെനിക്കൊന്ന് കാണിച്ചു തരണം. ഗോക്കു ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ അവന്റെ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി ആ ഒരു രൂപ കാണിച്ചു കൊടുക്കുകയാണ്. വാവ്, സത്യത്തിൽ ഞാനും സൂപ്പർ സയനായി മാറിയപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞ് അവനും ഇപ്പൊ സൂപ്പർ സയൻ മോഡിലേക്ക് പോകും. എന്തായാലും നമ്മുടെ ആൾക്കാരെല്ലാവരും അവർ രണ്ടുപേരും സൂപ്പർ സയൻ മോഡിലേക്ക് പോയത് കണ്ട് അത്ഭുതപ്പെട്ട് നോക്കും. ആണെങ്കിൽ അവനെ കണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ നല്ല സാമ്യം തോന്നുന്നുണ്ടല്ലേ എന്ന് അവനോട് പറയും. അടുത്ത നിമിഷം അവനാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് ഐം സോറി എന്ന് പറഞ്ഞ് ഗോകുവിനെ ആഞ്ഞു വെട്ടാൻ ശ്രമിക്കും. ഗോകു ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അത് കണ്ട് അവൻ ഞെട്ടും. എന്തുപറ്റി? നിനക്ക് എന്തുകൊണ്ട് യാതൊരു അനക്കവും ഇല്ല? ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടും നീ എന്തുകൊണ്ട് അത് തടുത്തില്ല? അതിന് ഗോകു പറയും, നിന്നിൽ ഒരു നെഗറ്റീവ് എനർജി ഞാൻ കാണുന്നില്ല. എന്നെ ഹേർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനവനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ സ്ക്വാഡ് എടുത്ത് ഗോകുവിനെ അറഞ്ചം അറ്റാക്ക് ചെയ്യുകയാണ്. പിന്നെ ഗോകു ആണെങ്കിൽ അവന്റെ ഒരു വിരൽ വെച്ച് അവന്റെ അറ്റാക്കുകളെല്ലാം തന്നെ തടയും.
കാര്യം മനസ്സിലാക്കിയ ആ ഒരു സൂപ്പർ ഹീറോ അവനവന്റെ സ്ക്വാഡ് മുകളിലേക്ക് വലിച്ചെറിയും. വാവ്, ഇപ്പൊ എനിക്ക് നിന്നെ വിശ്വാസമായി, നീ ഗോക്കു തന്നെ. ആക്ച്വലി നീ തടുത്ത ഈ ഒരു സ്ക്വാഡ് ഇതുപയോഗിച്ചാണ് ഫ്രീസയെയും അവന്റെ അച്ഛനെയും ഞാൻ ഇല്ലാതാക്കിയത്. നിനക്ക് ശരിക്കും നല്ല പവറാണ്. ഞാൻ കരുതിയതിനെ കഴിഞ്ഞ പവർ നിനക്കുണ്ട്. ഗോക്കു പറയും, കാര്യം എനിക്ക് ഉറപ്പാണ്. നീ ഒരു കാരണവശാലും ഈ സ്ക്വാഡിന്റെ മുഴുവൻ പവറിലല്ല എന്നോട് ഫൈറ്റ് ചെയ്തത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഉടനെ ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇനി എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് നമ്മളിൽ തന്നെ ഒതുങ്ങണം. കാരണം നമ്മൾ രണ്ടുപേരും സൂപ്പർ സയൻസ് ആണ്. ആണെങ്കിൽ അവന് വാക്കു കൊടുക്കും. സത്യത്തിൽ ഞാൻ വരുന്നത് 20 വർഷം മുൻപുള്ള ഫ്യൂച്ചറിൽ നിന്നാണ്. മിസ്റ്റർ വെജീറ്റ പറഞ്ഞതുപോലെ നീയും വെജീറ്റയും അതുപോലെ തന്നെ നിന്റെ മകനും നിങ്ങൾ 3 പേര് മാത്രമാണ് സയാൻ വംശത്തിലുള്ളത്. പിന്നെ എങ്ങനെ ഞാൻ സയാൻ വംശത്തിൽ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റാരുമല്ല, വെജീറ്റയുടെ മകനാണ്. അത് കേട്ട് ഗോക്കു ഞെട്ടും. നീ എന്താ ഈ പറയണേ, വെജീറ്റയുടെ മകനാണെന്നോ? അതെ, 20 വർഷം ഫ്യൂച്ചറിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഇനിയും 3 വർഷം കഴിയുമ്പോൾ, കൃത്യമായി പറഞ്ഞാൽ മെയ് 22-ന് 12-ന് ഏലിയൻസിന്റെ രൂപമുള്ള 2 പവർഫുള്ളായ മനുഷ്യന്മാര് ഇവിടേക്ക് കടന്നു വരും. അവര് ഈ ലോകം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും. ആക്ച്വലി അവർ രണ്ടുപേരെയും ക്രിയേറ്റ് ചെയ്തത് മറ്റാരുമല്ല, ഡോക്ടർ ജെയറോ. അത് കേട്ട് ഇപ്പൊ ഗോക്കു ഞെട്ടും. ഓ നോ, ഇതൊരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ല. റെഡ് റിബൺ ആർമിയെ ഓൾറെഡി ഞാൻ നശിപ്പിച്ച് കളഞ്ഞതാണ്. അതിന് ആ സൂപ്പർ ഹീറോ പയ്യൻ പറയും, നീ പറഞ്ഞത് ശരിയാണ്. ഇതിനു മുൻപ് നീ അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എല്ലാം തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വാറിൽ ആ ഡോക്ടർ മാത്രം രക്ഷപ്പെട്ടു. അതിനുശേഷം അവനാണ് ആ റോബോട്ട് വാരിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. അവറ്റകൾ പുറത്തു വന്ന ഉടൻ തന്നെ ഇത് ഇല്ലാതാക്കിയത് അവർക്ക് ജീവൻ കൊടുത്ത ആ ഡോക്ടറിനെ തന്നെയാണ്. അവറ്റകളെ ക്രിയേറ്റ് ചെയ്തവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവറ്റകളെ ആർക്കും ഇനി തടയാനായിട്ട് കഴിയില്ല. 20 വർഷങ്ങൾക്കുള്ളിൽ അവനോട് ഏറ്റുമുട്ടി എല്ലാവരും മരണപ്പെടും. ഇത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഷോക്കാവും. ഞാനും അവരോട് ഏറ്റുമുട്ടുവോ? അതിനവൻ പറയും, ഇല്ല, നിനക്ക് അധികം വൈകാതെ ഒരു വലിയ വൈറസ് പിടിപെടും. ഒരു വൈറസ് നിന്നെ ബാധിച്ച് നീ മരിക്കും. പക്ഷേ ഈ ഒരു അത് നീ എടുക്കുകയാണെങ്കിൽ നിനക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് ഒരു മെഡിസിൻ ഇപ്പൊ ഗോക്കുവിന് കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അത് വാങ്ങാവും. ഇത് നീ നേരത്തെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് നന്നായി. എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നു ആ വില്ലന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ. ഇങ്ങനെയുള്ളവരാണെങ്കിലും എത്ര പവർ ഉള്ളവരാണെങ്കിലും എനിക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടണം. അതിന് ഈ മരുന്ന് അത് സൊല്യൂഷൻ ആവുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ മരുന്നെടുക്കാൻ തയ്യാറാണ്. ശരി, എന്റെ അമ്മ വളരെ ജീനിയസ് ആണ്. അവരാണ് ഈ ഒരു ടൈം മെഷീൻ കണ്ടുപിടിച്ചത്. എന്റെ അമ്മ മറ്റാരുമല്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ കൈ ചൂണ്ടും. ഗോക്കു ആണെങ്കിൽ അമ്മയെ കണ്ട് ഷോക്കായിട്ട് താഴെ വീഴും. ഓ നോ, നീ എന്താ ഈ പറയണേ? ബുൽമ നിന്റെ അമ്മയാണെന്നോ? അതിനർത്ഥം വെജീറ്റയും അവർ രണ്ടുപേരും ഒന്നിക്കുമെന്നാണോ നീ പറയുന്നത്? ഞാൻ കരുതിയത് വെജീറ്റയും ഹാൻസം ബോയും അവർ രണ്ടുപേരും ഒന്നിക്കുമെന്നാണ്. അതിനവൻ പറയും, ആക്ച്വലി എന്റെ അമ്മയ്ക്ക് ഹാൻസം ബോയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവർക്കിടയിലെ ഫൈറ്റ് അത് കൂടി വന്ന് അമ്മയ്ക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലാതായി. അങ്ങനെയാണ് വെജീറ്റയെ സ്വീകരിച്ച് ഞാനുണ്ടായത്. എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ പപ്പ വെജീറ്റ മരിച്ചുപോയി. ഇപ്പൊ വീണ്ടും അദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഗോക്കു, ഒരു കാരണവശാൽ ഈ കാര്യം മാത്രം നിങ്ങൾ അവരോട് പറയാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവരൊന്നിക്കില്ല, ഞാൻ ജനിക്കില്ല. അതിന് ഗോക്കു ആണെങ്കിൽ ഓക്കെ പറയും. അവനാണെങ്കിൽ വീണ്ടും ഫ്യൂച്ചറിലേക്ക് പോകാൻ തയ്യാറെടുക്കും. പോവാൻ സമയമായി. അടുത്ത 1 വർഷക്കാലം അത് ചാർജ് ചെയ്യണം. എങ്കിൽ മാത്രമേ ടൈം മെഷീൻ ഉപയോഗിച്ച് 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് വരാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. പിന്നെ ഗോക്കുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് കാര്യം എന്താണെന്ന് തിരക്കും. അതിന് ഗോക്കു ആണെങ്കിൽ ഒന്നുമില്ല, ആ കഥ കേട്ടാ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ഗോക്കുവിനോട് ദേഷ്യപ്പെടും. നീ ഇത് മറച്ചു വെക്കാനായിട്ട് പാടില്ല. എല്ലാവരുടെയും മരണം അത് പറഞ്ഞേ പറ്റൂ. ഗോക്കു ആണെങ്കിൽ ടെൻഷനാവും. പിക്കലോ, നീ അത് കേട്ടോ? പിക്കലോ പറയും, ഞങ്ങൾ നമുക്കനുസരിച്ച് കേൾവിശക്തി വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇവരോട് പറഞ്ഞേ പറ്റൂ. മരിക്കുന്നതിന് മുൻപ് അവൾ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് പോരാടിയേ പറ്റൂ. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ എല്ലാവരോടും ബൈ പറഞ്ഞ് അങ്ങനെ പറന്നു പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.